നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ മിന്നും വിജയം നേടി ബി.ജെ.പി കേരളത്തിൽ ലോക്സഭ അക്കൗണ്ട് തുറന്നപ്പോൾ സഹമന്ത്രി സ്ഥാനമാണ് സുരേഷ് ഗോപിക്ക് ലഭിച്ചിരിക്കുന്നത്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തോടെയാണ് കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറന്നത്. ഇപ്പോഴത്തെ വിഘ്നേശ്വരന് ഉണ്ണിയപ്പവും അർച്ചനയും വഴിപാട് നടത്തിയിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ബി.ജെ.പി പ്രവർത്തകർ. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലാണ് മോദിയുടെയും സുരേഷ് ഗോപിയുടെയും പേരിൽ ബി.ജെ.പി പ്രവർത്തകർ വഴിപാട് കഴിപ്പിച്ചത്. ഉണ്ണിയപ്പവും അർച്ചനയുമാണ് വഴിപാടായി കഴിപ്പിച്ചത്. വിഘ്നങ്ങൾ അകറ്റാനാണ് വിഘ്നേശ്വരന് വഴിപാട് നടത്തിയതെന്നാണ് ബി.ജെ.പി പ്രവർത്തകർ പറയുന്നത്. കേരളത്തിൽ ബി.ജെ.പി അക്കൗണ്ട് തുറക്കുമെന്നും സുരേഷ് ഗോപി മികച്ച വിജയം നേടുമെന്നും കഴിഞ്ഞ മാസം ജ്യോത്സ്യൻ കുന്നത്തൂരിലം കെ വിഷ്ണു നമ്പൂതിരി പ്രവചിച്ചിരുന്നു. ഭാഗ്യാധിപനായ ബുധൻ സ്വക്ഷേത്ര ബലവാൻ, ലാഭാധിപനായ ആദിത്യ യോഗം ഉള്ളതിനാലും ബുധൻ വർഗോത്തമ ബലം ഉള്ളതുകൊണ്ടും സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് യോഗമുണ്ടാകുമെന്നും വിഷ്ണു നമ്പൂതിരി അന്ന് പ്രവചിച്ചിരുന്നു. 3 മാസം മുമ്പ് തയ്യാറാക്കിയ ഈ പ്രവചനം ഏപ്രിൽ 5 ഗുരുവായൂരിൽ വെച്ച് സുരേഷ് ഗോപിക്ക് നൽകുകയും ചെയ്തിരുന്നു. അതിനിടെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായതിന്റെ അഭിമാനത്തിലാണ് ജന്മനാട്. കൊല്ലം നഗരത്തിലെ മാടന്നടയിലാണ് തറവാടും കുടുംബക്ഷേത്രവും. മാതൃകലാലയമായ ഫാത്തിമ മാതാ കോളേജിലെ സഹപാഠികൾക്കും മധുരിക്കുന്ന ഓർമ്മകളാണുള്ളത്. തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ കഴിഞ്ഞ മാർച്ച് സുരേഷ് ഗോപി കുടുംബക്ഷേത്രമായ മാടന്നട ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലേക്കാണ് ആദ്യമെത്തിയത്. സുരേഷ് ഗോപിക്ക് ക്ഷേത്രവുമായി ഏറെ അടുപ്പമുണ്ടെന്ന് എല്ലാവരും ഓർത്തെടുക്കുന്നു. ഇതിന് സമീപമാണ് തറവാട് വീട്. പ്രദേശത്തെ ബി.ജെ.പി പ്രവർത്തകരും സന്തോഷത്തിലാണ്. സമയം പോലെ സുരേഷ് ഗോപിക്ക് സ്വീകരണം ഒരുക്കുമെന്നാണ് എല്ലാവരുടെയും തീരുമാനം. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ യാത്രയിലും മുഴുനീളെ സസ്പെൻസ് ആയിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആകാംക്ഷയ്ക്കൊടുവിൽ നരേന്ദ്രമോദിയുടെ വിളിയെത്തിയതിനു ശേഷമാണ് സുരേഷ് ഗോപി ഇന്നലെ തലസ്ഥാനത്ത് നിന്നും ഡൽഹിയിലേക്ക് പറഞ്ഞത്. വിജയത്തിന് ശേഷം ഡൽഹിയിലേക്കെത്തി മോദിയെ കണ്ട സുരേഷ് ഗോപി 3ാം മോദി മന്ത്രിസഭയിൽ സീറ്റ് ഉറപ്പിച്ചിരുന്നു. ഔദ്യോഗിക അറിയിപ്പും വിവരങ്ങളും പിന്നാലെ ലഭിക്കുമെന്നും കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കാനായി സുരേഷ് ഗോപി ശനിയാഴ്ച ഡൽഹിയിൽ നിന്ന് തലസ്ഥാനത്തെത്തിയിരുന്നു. ഇന്നലെ രാവിലെ തന്നെ തലസ്ഥാനത്ത് നിന്ന് പുറപ്പെടണമെന്നായിരുന്നു വിവരം. രാവിലെ 6:10 എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ 3 ടിക്കറ്റ് അദ്ദേഹം ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ പുലർച്ചെ വരെയും ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാത്തതിനാൽ രാവിലെ പുറപ്പെട്ടിരുന്നില്ല. ഇതോടെ സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാനിടയിലെന്ന അഭ്യൂഹം ചാനലുകളിൽ പ്രചരിച്ചു. രാവിലെ 10 ശേഷം നരേന്ദ്രമോദിയുടെ വിളിയെത്തി. പിന്നാലെ 12:30 ബംഗളൂരുവിലേക്കുള്ള വിസ്താര ഫ്ലൈറ്റിൽ 3 ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന അറിയിപ്പും ഡൽഹിയിൽ നിന്നെത്തി. ഉടൻ വീട്ടിൽ നിന്നും ബാഗുകൾ ഉൾപ്പെടെ കാറിലേക്ക് കയറ്റാൻ തുടങ്ങി. 11:10 സുരേഷ് ഗോപി ഭാര്യ രാധയ്ക്കും അമ്മയ്ക്കുമൊപ്പമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കാറിൽ കയറുന്നതിന് മുമ്പ് വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചു. ബംഗളൂരിൽ നിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ ഡൽഹിയിലേക്കും പുറപ്പെട്ടു. മക്കൾ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും യാത്ര തിരിച്ചു. തനിക്ക് ഒന്നും അറിയില്ലെന്നും എല്ലാം അദ്ദേഹം പറയുന്നത് പോലെയാണെന്നും വീട്ടിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. താനൊരു MP ആയിരുന്നാൽ പോലും കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അപ്പോൾ പ്രതികരിച്ചു. വിമാനത്താവളത്തിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ അനുസരിക്കുന്നു. ഉടനെ എത്താനാണ് പറഞ്ഞത്. എനിക്ക് ഒന്നുമേ അറിയത്തില്ല. ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി പറയാനുള്ള മാനസികാവസ്ഥയും എനിക്കിപ്പോൾ ഇല്ല. അദ്ദേഹം നിർബന്ധിച്ചു, അദ്ദേഹം വിളിച്ചു, എത്തണമെന്ന് പറഞ്ഞു, എത്തുന്നു. ബാക്കിയെല്ലാം ഇനി അവിടെ ചെന്നിട്ട്. എനിക്ക് അത്രയേ പറയാൻ പറ്റൂ. തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ആളായിരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. അതിന്റെ അർഹമായ പരിഗണന ലഭിക്കാത്തതിനാൽ സുരേഷ് ഗോപിക്ക് അതൃപ്തി എന്നാണ് റിപ്പോർട്ടുകൾ. മോദിയുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയില്ലാത്ത സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. ഒപ്പം സുരേഷ് ഗോപിയുടെ തൃശൂരിലെ വിജയത്തിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് കിട്ടിയ പിന്തുണയ്ക്കുള്ള മറുപടിയായി ജോർജ് കുര്യനും സഹമന്ത്രി സ്ഥാനം ലഭിച്ചു. തൃശൂരിൽ LDF-നെയും UDF-നെയും തറപ്പറ്റിച്ചു നേടിയ വിജയത്തിന്റെ മാധുര്യത്തിൽ കല്ലുകടിയാവുകയാണ് സുരേഷ് ഗോപിയുടെ അതൃപ്തി. അതേസമയം സുരേഷ് ഗോപി സാംസ്കാരിക മന്ത്രാലയത്തിലേക്കെന്നാണ് സൂചന. ജോർജ് കുര്യന് വിദേശകാര്യമോ ന്യൂനപക്ഷമോ ക്ഷേമ സഹമന്ത്രി സ്ഥാനമോ കിട്ടിയേക്കും. സിനിമയിൽ അഭിനയിക്കാനുള്ള സൗകര്യം കണക്കിലെടുത്താണ് സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനം നൽകിയതെന്നാണ് BJP നേതൃത്വം നൽകുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.